അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എം.എസ്. വോയിസിൻ്റെ മദ്രസ പഠന സഹായിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയമുള്ള 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമല്ലേ? പരീക്ഷയൊക്കെ ഉഷാറായിട്ട് എഴുതുന്നില്ലേ? നല്ല രീതിയിലൊക്കെ പരീക്ഷ എഴുതാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സ്വന്തമായി പഠിച്ച്, സ്വന്തമായി അധ്വാനിച്ച്, സ്വന്തമായി പരീക്ഷ എഴുതണം കേട്ടോ. വേറെ ആളുടെയും ഒരു ബുക്കിൻ്റെയും ഒരു ടെസ്റ്റിൻ്റെയും സഹായമൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് പരീക്ഷ എഴുതണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ നിങ്ങൾ പൊതുപരീക്ഷക്കാരാണ് ആയതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിച്ച് പഠിച്ച് പൊതുപരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ് ചർച്ച ചെയ്യുന്നത്. ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് എത്ര പാഠമുള്ളൂ മക്കളെ? 3 പാഠമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഓക്കെ, ആ 3 പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ, തദ്രീബാത്ത്, കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉസ്താദ് വായിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എന്താവും, പരീക്ഷയൊക്കെ എളുപ്പമാവും അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? അപ്പോൾ ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും നിങ്ങളെ പരിചയക്കാർ, കൂട്ടുകാരിലേക്ക്, അതുപോലെ മദ്രസ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇനി ബാക്കി 1-2 വിഷയം കൂടി ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലെ തലേദിവസമൊക്കെ ഉസ്താദ് ചെയ്യുക. അപ്പോൾ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എം.എസ്. വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തിയിടണം കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും ലിസാനുൽ ഖുർആൻ എടുത്തോളിയും. ഒന്നാമത്തെ പാഠം എന്താ? മർഹബൻ യാ ഖൈറദാ എന്നുള്ളതാണ്. പിന്നെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം. യാ ഖൈറദാ, ക്ഷണിക്കുന്നവനിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ക്ഷണിതാവേ, പ്രബോധനം നടത്തുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായ പ്രബോധക, അങ്ങേക്ക് സ്വാഗതം. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിവരം മദീനക്കാരറിഞ്ഞപ്പോൾ മദീനയിലുള്ള ആളുകൾ എന്ത് ചെയ്തു? കാത്തിരുന്നു റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സനിയാത്തിൽ വദാ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ടാണ് മദീനയിലേക്ക് ഇങ്ങനെ വരുന്നത്. ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി റസൂലുള്ളാഹിനെ ഇങ്ങനെ കണ്ടതോടുകൂടി മദീനക്കാരങ്ങോട്ട് പാടിയ പാട്ടാണിത്. ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ. എന്താ ത്വല അൽ ബദ്റു അലൈന? 14-ാം രാവ് ഞങ്ങളിൽ ഉദിച്ചു. ബദർ എന്ന് പറഞ്ഞാൽ 14-ാം രാവിൻ്റെ ചന്ദ്രനെ പറയുന്ന പേര് ബദർ എന്നാ. അല്ലാത്ത ചന്ദ്രനൊക്കെ കമർ എന്നാ പറയാം. അപ്പോൾ ത്വല അൽ ബദറു, ബദർ ഉദിച്ചു അലൈന ഞങ്ങളുടെ മേൽ, മിൻ സനിയാത്തിൽ വദാ, ഈ സനിയാത്തിൽ വദാ എന്ന കുന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ കുന്നിൻ്റെ മുകളിലൂടെ റസൂൽ ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ വരുമ്പോൾ ആദ്യം എന്താ കാണുക? തലയിലെ കാണുക. ഇങ്ങനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ അവരാണ്ട് പാടി എന്തെന്ന്? ത്വല അൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാഇ എന്ന് പറയുന്ന ആ ബൈത്ത് അങ്ങോട്ട് ചൊല്ലി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അർത്ഥം ഉണ്ടാവുമോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ബൈത്ത് കാണാതെ പഠിക്കണം. ബൈത്ത് കാണാതെ പഠിച്ചിട്ട് പൂരിപ്പിക്കാനുണ്ടാവും പരീക്ഷയ്ക്ക്. അങ്ങനെയാണ് മനസ്സിലാവണം. ഇനി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അർത്ഥം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? വജബ ശുക്രു അലൈന, ഞങ്ങളുടെ മേൽ നന്ദി ചെയ്യൽ നിർബന്ധമായിരിക്കുന്നു. മാ ദഅ ലില്ലാഹി ദാഇ അല്ലേ? മാ ദഅ ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ലില്ലാഹി അള്ളാഹുവിലേക്ക്, ദായിൻ ഒരു ദായിയും ഒരു ക്ഷണിക്കുന്നവനും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതുപോലെ ഒരു ക്ഷണിക്കുന്നവനും ഞങ്ങൾ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല ഇസ്ലാമിലേക്ക്. നബി എന്തിനാ മദീനത്തേക്ക് വരണേ? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവരെ പിന്നെ അവരെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി അല്ലേ? നബി തങ്ങൾക്ക് വേണ്ട സഹായങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമൊക്കെ ഇനി അവിടെ വളരാനുള്ളത്. അപ്പോൾ നബി തങ്ങളെ മുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? മക്കത്ത് നിന്ന് കണ്ട് പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവന് ബാക്കിയുള്ളവരൊക്കെ ക്ഷണിക്കാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് നബി തങ്ങൾ എവിടേക്ക് വരുന്നത്? മദീനത്തേക്ക് വരുന്നത്. പിന്നെ അടുത്തത് അയ്യുഹൽ മബ്ഊസു ഫീന, ഞങ്ങളിലേക്ക് പ്രവാചകനായി അയക്കപ്പെട്ട നബിയെ. അയ്യുഹൽ മബ്ഊസു ഫീന, ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയെ. ജിഇത നബിയെ, അങ്ങ് കൊണ്ടുവന്നു. ബിൽ അംരിൽ മുത്താ, വഴിപ്പെടാൻ പറ്റുന്ന നല്ലൊരു കാര്യത്തിനെയാണ് നബിയെ നിങ്ങൾ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജിഇത ശറഫ്തൽ മദീന, നബിയെ അങ്ങ് മദീനക്ക് മഹത്വം കൊണ്ടുവന്നു. ജിഇത നബി അങ്ങ് കൊണ്ടുവന്നു. ശറഫ്ത ശ്രേഷ്ഠതയെ, മഹത്വത്തെ, മദീനയിൽ
നബി മദീനയിൽ വന്നതോടുകൂടെ മദീനക്ക് എന്തായി? മഹത്തമായി, ശ്രേഷ്ഠതയായി മദീന അറിയപ്പെട്ടു അല്ലേ? മർഹബൻ യാ ഖൈറദാ, ക്ഷണിതാക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ക്ഷണിതാവ്, അങ്ങേക്ക് സ്വാഗതം. അഹ്ലുൽ മദീനത്തി കാനൂ, മദീനക്കാരായിരുന്നു, യുറഹിബൂന, സ്വാഗതം ചെയ്തിരുന്നു, ബിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഹീന യഖ്ദുമുൽ മദീനത്ത, മദീനയിലേക്ക് നബി തങ്ങൾ മുന്നിട്ട് വന്നപ്പോൾ, മദീനയിലേക്ക് നബി തങ്ങൾ മുന്നിട്ട് വന്നപ്പോൾ മദീനക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തിരുന്നു. ആ സ്വാഗതം ചെയ്തപ്പോഴുള്ള ബൈത്താണ് നമ്മൾ മേലെ വായിച്ചത് അല്ലേ? ബൈത്ത് പാടിയത്. വജാ ബിൽ ഹുദ, നബി തങ്ങൾ കൊണ്ടുവന്നു, വജാ നബി തങ്ങൾ കൊണ്ടുവന്നു, ബിൽ ഹുദ, സന്മാർഗത്തെ മിനല്ലാഹി തആല, അള്ളാഹിൽ നിന്നുള്ള സന്മാർഗം കൊണ്ടാണ് നബി തങ്ങൾ വന്നത്. അങ്ങനെ നബി തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ നബിയെ സ്വാഗതം ചെയ്തിരുന്നു. മക്കക്കാരെന്താ ചെയ്തത്? മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനാണ് വന്നത്. മദീനക്കാരെന്താ ചെയ്തത്? കൊല്ലാൻ വന്ന നബിയെ അവർ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. ഓക്കെ. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത സെന്റൻസ്, വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മിസ്ലുൽ ബദർ, 14 രാവിൻ്റെ ചന്ദ്രനുണ്ടല്ലോ അതുപോലെയാണ്. ബൽ എന്നല്ല, അൻവറു മിൻഹു, ആ 14 രാവിനേക്കാളും പ്രകാശമുള്ളവരാണ് നബിതങ്ങൾ. വബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തശറഫത്തിൽ മദീനത്തു, മദീന എന്തായി? ശ്രേഷ്ഠമുള്ളതായി, മദീന പ്രകാശമുള്ളതായി മാറി. അദർസുസ, രണ്ടാമത്തെ പാഠം നോക്കാം നമുക്ക്. ഈ രണ്ടാമത്തെ പാഠത്തിൽ എന്താ കുട്ടികൾ പഠിക്കാനുള്ളത്? രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് കുറച്ച് സംഗതികളാണ് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കുക, ശ്രദ്ധിക്കുക. യഖീല ജുനൈദുൻ, ജുനൈദ് എന്തായി? ഉണർന്നു. ജുനൈദ് എന്തായി? ഉണർന്നു. എന്തിൽ നിന്ന് ഉണർന്നു? മിനൻ നൗമി, ഉറക്കിൽ നിന്ന് ഉണർന്നു. മുബക്കിറ, നേരത്തോടെ. നേരത്തോടെ എന്ന് പറഞ്ഞാൽ എത്ര മണി? 10 മണി, 8 മണി, 7 മണി അല്ലേ? നിങ്ങൾ എണീക്കുന്ന സമയം എന്നല്ലേ? ഖബലൽ ഫജ്രി, ഫജറിൻ്റെ മുമ്പ് എണീച്ചിക്കണു, സുബൈയുടെ മുമ്പ് എണീച്ചിക്കണു എന്ന്. വഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞു. ആര്? ജുനൈദ്. നിങ്ങൾ പറയാറുണ്ടോ? പറയാറില്ലെങ്കിൽ പറയണം. ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിന് ശേഷം ആ മരണത്തിൽ നിന്ന് വീണ്ടും എന്നെ ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഉറക്കം ഒരു മരണത്തിന് സമാനമാണ്. അങ്ങനെ മരിച്ചതുപോലെ കിടന്നുറങ്ങുന്നു നമ്മൾ. ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീച്ചു. അപ്പോൾ അൽഹംദുലില്ലാ, എന്നെ നീ മരിപ്പിച്ചില്ലല്ലോ പടച്ചോനെ. മരണം പോലോത്ത ഉറക്കിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതി. വഇലൈഹിൻ നുശൂർ, നിന്നിലേക്ക് തന്നെയാണ് എൻ്റെ മടക്കവും. വജലസ, അദ്ദേഹം ഇരുന്നു. ആരിരുന്നു? ജുനൈദ് ഇരുന്നു. അലൽ ഫിറാശി, ഫിറാശിൻ്റെ മേൽ. ബുർഹത്തൻ വഖാമ, കുറച്ച് സമയം മൂപ്പരെന്ത് ചെയ്തു? അവിടെ ഇരുന്നു. ബുർഹത്തൻ എന്ന് പറഞ്ഞാൽ അല്പസമയം. വക്കാമ എന്ന് പറഞ്ഞാലോ, എന്നിട്ട് അദ്ദേഹം ജുനൈദ് അവിടുന്ന് എഴുന്നേറ്റു. ഇനി ഇതിൽ ചുമന്ന കളറിലുള്ളത് മാത്രം നോക്കുക മക്കളെ. യഖീല, ഉണർന്നു. ഖാല, പറഞ്ഞു. അഹ്യാനി, എന്നെ ജീവിപ്പിച്ചു. അമാതനി, എന്നെ മരിപ്പിച്ചു. ജലസ, ഇരുന്നു. ഖാമ, എഴുന്നേറ്റു. ഇതൊക്കെ എന്താ? ഒരു സാധനത്തിൻ്റെ പേരാണോ? എന്തെങ്കിലും സംഗതികളുടെ പേരാണോ ഇത്? അല്ലേ, പേരൊന്നല്ലേ. ഇതെന്താ സാധനം? ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. യഖീല എന്ന് പറഞ്ഞാൽ ഉണരുക, ഒരു പ്രവൃത്തിയാണ്. കാല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു പ്രവൃത്തിയാണ്. അഹ്യാനി എന്ന് പറഞ്ഞാൽ മരിച്ചെടുക്കുന്ന ഒരാളെ ജീവിപ്പിക്കലാണ്. അമാതനി എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള ഒരാളെ മരിപ്പിക്കലാണ് അല്ലേ? ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. ജലസ പറഞ്ഞാൽ എന്താണ്? ഇരിക്കുക, പ്രവൃത്തിയാണ്. കാമ പറഞ്ഞാൽ നിൽക്കുക, പ്രവൃത്തിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. പ്രവൃത്തി ഏത് പ്രവൃത്തിയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് പ്രവൃത്തിയാണ്? പ്രവൃത്തി 2-3 തരത്തിലുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ. ഞാൻ 1-2 പ്രവൃത്തികൾ പറയട്ടെ. കൊന്നു, കൊല്ലും, കൊല്ലുന്നു, കൊന്നുകൊണ്ടിരിക്കുന്നു, കൊല്ലൂല, കൊല്ലരുത്. ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഇതിൽ നമ്മൾക്ക് 2 മാത്രം പറയാം. കൊന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾ മരിച്ചുപോയി, ആളെ പണി തീർന്നു. അപ്പോൾ ഇതെന്താണ്? കഴിഞ്ഞുപോയി, മരിച്ചുപോയി അല്ലേ? കൊന്നു അല്ലേ? ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. കൊന്നു. തിന്നു അല്ലേ? കണ്ടു, നോക്കി, പറഞ്ഞു. ഇതൊക്കെ എന്താണ്? കഴിഞ്ഞുപോയ കാലത്താണ് ആ പ്രവൃത്തി നടന്നതിന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഫിഅല്. എന്താണ്? ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അപ്പോൾ യഖീല, ഉണർന്നു, അതെന്താണ്? ഒരു ഫീലാണ്. അതിൻ്റെ മീനിങ്, അർത്ഥം എന്താണ്? കഴിഞ്ഞുപോയ ഒരു കാര്യത്തെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലേ? ഉണർന്നു. ഉണരും എന്നല്ലല്ലോ പറഞ്ഞത്. ഉണരും എന്ന് പറഞ്ഞാൽ വരാൻ പോകുകയാണ്.
ഉണരുന്നു എന്ന് പറഞ്ഞാൽ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ണിങ്ങനെ തുറന്നിങ്ങനെ വരികയാണ്, ഒക്കെ മീനിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉണർന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, തിന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞു, കൊന്നു എന്ന് പറഞ്ഞാൽ കൊല്ലൽ കഴിഞ്ഞു. അപ്പം കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി നടന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ഫീല്. ഏത് ഫീല്? മാലിയായ ഫീല് എന്ന് പറയും. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, കഴിഞ്ഞു പോയ ഫീല്, കഴിഞ്ഞു പോയ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഫീലുകൾക്ക് പറയുന്ന പേരാണ് മാലിയായ ഫീല്. അപ്പോൾ യഖില എന്ന് പറഞ്ഞാൽ ഉണർന്നു, കഴിഞ്ഞു പോയതാണ്, അത് മാലിയായ ഫീലാണ്. അഹ്യാനി എന്നെ ജീവിപ്പിച്ചു, മാലിയായ ഫീലാണ്. ജലസ ഇരുന്നു, മാലിയായ ഫീലാണ്. കാമ എഴുന്നേറ്റു, മാലിയായ ഫീലാണ്. ഇനി അടുത്ത് നോക്കിയേ, ദഖല അദ്ദേഹം പ്രവേശിച്ചു, ഫിൽ ഖലായി ബാത്റൂമിൽ പ്രവേശിച്ചു. മുഖദ്ദിമൻ രിജിലഹു അൽ യുസ്ര ഇടതുകാല് വെച്ചുകൊണ്ട് പ്രവേശിച്ചു, അല്ലേ. വഹുവ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആര്? ജുനൈദ് പറഞ്ഞു, യഖൂലു ബിസ്മില്ലാഹി അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞു. അങ്ങനെ വഖല ഹാജത്ത്, മൂപ്പര ആവശ്യമൊക്കെ നിർവഹിച്ചു, 1, 2 കഴിഞ്ഞു. വഖറജ എന്നിട്ട് വീണ്ടും പുറപ്പെട്ടു. ഇപ്പം ഈ ഖല, ഖറജ, ദഖല ഇതൊക്കെ എന്താ സാധനം കുട്ടികളെ? ഒക്കെ മാലിയായ ഫീലാണ്. അങ്ങനെ എങ്ങനെയാണ് വന്നത്? മുഖദ്ദിമ രിജിലൗൽ യുംന, വലതുകാലം മുന്തിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. നിങ്ങളെങ്ങനെ ഇറങ്ങണതെന്നല്ല, ജുനൈദ് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. വഹുവ യദ്കുറുല്ലാഹ അസ്സ വജല്ല, അള്ളാഹുവിനെ അവൻ ഓർത്തു. ബിൽ അദ്കാരില്ലത്തി തഅല്ലമഹ മിനസ് സ്വഫി റാബി, 4-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം? ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെല്ലണം? അതൊക്കെ മൂപ്പര് എന്ത് ചെയ്തു? പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫീലുകൾ പരിചയപ്പെട്ടു. ആ ഫീലിൻ്റെ പേരാണ് എന്ത്? മാലിയായ ഫീല്, മാലിയായ ഫീല്. ഓക്കെ, ശരി. ഇനി ഇപ്പുറത്തെ നോക്കൂ മക്കളെ, ഇനി ഇപ്പുറത്തെ പേജ് മറിക്കൂ, 6-ാമത്തെ പേജ് മറിക്കൂ. തദ്രീബാത്ത് അതിന് നോക്കുക. തദ്രീബാത്ത്, തദക്കർ നമ്മൾ ഓർക്കുക കേട്ടാ. യഖീല മാലിയായ ഫീല്, ഖാല പറഞ്ഞു, അഹ്യ ജീവിക്കുക, അല്ലേ, ജീവിച്ചു, അമാത്ത മരിച്ചു, അഹ്യ ജീവിപ്പിച്ചു, അല്ലേ, അമാത്ത മരിപ്പിച്ചു. ജലസ പറഞ്ഞ എന്താണ്? ഇരുന്നു. ഖാമ നിന്നു. ദഖല പ്രവേശിച്ചു. ഖലാ ഖറജ, ഖലാൻ നിർവഹിച്ചു എന്നർത്ഥം. ഖറജ പ്രവേശിച്ചു. തഅല്ലമ ഹാദിഹി അഫ്ആലുൻ മാലിയത്തുൻ, ഇതൊക്കെ എന്താണ്? മാലിയായ ഫീലുകളാണ്. അപ്പോൾ കുറച്ച് മാലിയായ ഫീലുകൾ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. ഇനി നോക്കൂ, ഈ ഖാല എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു എന്നാണ്. ഇനി യഖൂലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയും എന്നാണ്. ഖാല എന്താ അർത്ഥം? പറഞ്ഞു, മാലിയായ ഫീല്. യഖൂലു എന്ന് പറഞ്ഞാൽ പറയും, പറയാൻ പോകണേ ഉള്ളൂ. ഇങ്ങോട്ട് വാ, എന്നെ ഞാൻ കാണിച്ചു തരാം, എന്നെ അടിച്ചാണ്ട് കൊല്ലും എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലും, വരാൻ പോകുന്നതാണ്. ആ പ്രവൃത്തി നടന്നിട്ടില്ല, ചെയ്യാൻ പോണ കാര്യമാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ യഖൂലു പറയും, ഇതിനെ പറയുന്ന പേരാണ് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും എന്നതിനെ സൂചിപ്പിക്കാൻ പറയുന്നതിന് മുലാരിയായ ഫീൽ എന്നാ പറയാം. അപ്പോൾ യഖൂലു എന്നുള്ള എന്താ സാധനം? മുലാരിയായ ഫീൽ. യദ്കുറു പറഞ്ഞാൽ ഓർക്കും, യദ്കുറു പറഞ്ഞാൽ എന്താണ്? ഓർക്കും. അപ്പോൾ എന്താണ്? വരാൻ പോകുന്ന ഫീലാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മുലാരിയായ ഫീല്. എന്ത് ഫീല്? മുലാരിയായ ഫീല്. ഇനി ആ പെട്ടിക്കോളത്തിലേക്ക് നോക്കുക, കുറച്ച് മാലിയായ ഫീല്, മുലാരിയായ ഫീലൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഖറഅ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചു, വായിച്ചു. മാലിയായ ഫീലിലൊക്കെ അർത്ഥം ചൂ 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 എന്നാണ് കേട്ടാ. അപ്പം മാലിൻ്റെ അടിയിലൊക്കെ അങ്ങനെ അർത്ഥം പറയാൻ പാടുള്ളൂ. ഇനി ഖറഅ വായിച്ചു, യഖ്റഉ വായിക്കും, കും കും ട്ടാ, വായിക്കും. ജലസായിരുന്നു, യജ്ലിസു ഇരിക്കും. അബദ ആരാധിച്ചു, യഅ്ബുദു ആരാധിക്കും. അമാത്ത യുമീതു, അഹ്യ യുഹ്യി. മനസ്സിലായില്ലേ? തഅല്ലമ യതഅല്ലമു, ഷറഫ യുഷരിഫു. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം. ഇതിൻ്റെ ഒക്കെ ഫീലുകൾ പിന്നെ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. മാലി അതിനെങ്ങനെ മുലാരിയാക്കുക എന്നുള്ളത്. ത്വല ഉദിച്ചു, യത്തുലു ഉദിക്കും, വജബ നിർബന്ധമാക്കി, യജിബു നിർബന്ധമാകും, അല്ലേ. ഖാല പറഞ്ഞു, യഖൂലു പറയും, ജാ വന്നു, യജി വരും, ആദ യഊദു, ഖലാ യഖ്ലി, ഖറജ യഖ്റുജു. ഇതൊക്കെ മാലി മുലാരിയായ ഫീലാണ്. മനസ്സിലായല്ലോ? ഇനി കണ്ടാൽ തിരിച്ചറിയാൻ ഖറഅ എന്നതിലേക്ക് ഒന്നുകൂടി നോക്കൂ. ഖറയിൽ എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമാണ്, അല്ലേ. അവസാനത്തെ അക്ഷരത്തിന് എന്താണ്? ഹംസയുടെ മുകളിൽ എന്താണ്? ഫതഹാണ്, അല്ലേ. ഖറഅ. എന്നാൽ അതിൻ്റെ മുലാരി നോക്കുക, യഖ്റഉ. എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. ആദ്യത്തിലൊരു യാ ഉണ്ടാവും. മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ എന്തുണ്ടാവും? ഒരു യാ ഉണ്ടാവും. കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി പറയാം കേട്ടോ. യഖ്റഉ എന്ന് പറഞ്ഞ അവസാനത്തെ അക്ഷരം ഏതാണ്? ഹംസയാണ്. ഹംസൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ലൊമ്മാണുള്ളത്. മുലാരിയായ ഫീലിന് എപ്പോഴും ലൊമ്മായിരിക്കും ഉണ്ടാ. എപ്പോഴും അല്ല, ഏറെക്കുറെ സമയത്തൊക്കെ മുലാരിയായ ഫീലിന് ലൊമ്മായിരിക്കും. അപ്പം യഖ്റഉ, യജ്ലിസു, കണ്ട, യഅ്ബുദു, യുമീതു, യുഹ്യി എന്നാണ്. അവിടെ അങ്ങനെ ചില അക്ഷരങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂല ലൊമ്മ്. യതഅല്ലമു, യുഷരിഫു, കണ്ട.
അപ്പോൾ ഇവിടെ ഏറെക്കുറെയൊക്കെ അവസാനത്തെ അക്ഷരം ലൊമ്മുമാണ്. മാത്രമല്ല 4 അക്ഷരമുണ്ട്. മാലിയായ ഫീലാണോ? മാലിയിൽ 3 അക്ഷരമാണ്. ചുരുങ്ങിയത് 3 അക്ഷരം കേട്ടോ ഇപ്പം നമ്മൾ പഠിക്കുന്നതിൽ. അപ്പോൾ ഇവിടെ ഖറഅം എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 3 അക്ഷരമാണ്. അതിൻ്റെ ആദ്യത്തിൽ യാ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ അക്ഷരങ്ങളുള്ള മാലിയായ ഫീൽ പഠിക്കാനുണ്ടാവും. അത് വേറെ ക്ലാസ്സിൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഖറഅ മാലിയായ ഫീൽ, യഖ്റഉ മുളാരിയ ഫീൽ. മുളാരിയ ഫീൽ ആദ്യത്തിൽ ഏറെക്കുറെ ഉദാഹരണങ്ങൾ യാ ആയിരിക്കും. വേറെ അക്ഷരങ്ങളൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. യഖ്റഉ. ഓക്കെ. ഇനി മനസ്സിലാക്കാനുള്ളത് നമുക്ക് എന്താ ഈ പാഠത്തിൽ? അപ്പം ഇനി മക്കളോട് ചോദിക്കാണ് മാലിയ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി നടന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീലുകൾക്ക് മാലിയായ ഫീൽ എന്ന് പറയും. മുളാരിയായ ഫീൽ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? വരാൻ പോകുന്ന കാലത്ത് ഒരു പ്രവൃത്തി നടക്കും എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീലുകൾക്ക് മുളാരിയായ ഫീൽ എന്ന് പറയും. ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി എന്നാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുക ഇങ്ങനെയാണ്. ഖറഅ എന്നതിൻ്റെ മുളാരി എഴുതൂ, യജ്ലിസു എന്നതിൻ്റെ മാലി എഴുതൂ, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ. അപ്പോൾ മാലിയായ ഫീൽ മുളാരിയായ ഫീൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ പേജ് നോക്കുക. 7ാമത്തെ പേജ്. നഖ്റഉ വ നഫ്ഹമു. നമ്മൾ വായിക്കും, നമ്മൾ മനസ്സിലാക്കും. ദഹബ പോയി, ഹമീദ് പോയി ഇലൽ മദ്രസത്തി. ഹമീദ് മദ്രസയിലേക്ക് പോയി. പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇതിൽ മാലിയായ ഫീലിൻ്റെ നേരെ റൗണ്ട് ചെയ്യുക. അപ്പോൾ ദഹബ എന്നുള്ളത് പോയി, കഴിഞ്ഞു പോയ കാലല്ലേ. അപ്പോൾ ദഹബ മാലിയായ ഫീലാണ്. ആഷൻ നബി, നബി തങ്ങൾ ജീവിച്ചു. ഫിൽ മദീനത്തി അശ്ര സിനീന, 10 വർഷം നബി തങ്ങൾ മദീനയിൽ ജീവിച്ചു. ഹഫറ ജിബിരിലു, ജിബിരിൽ അലൈഹിസ്സലാം കുഴിച്ചു. ബിറ സംസം, സംസം കിണറിന് കുഴിച്ചു. ഇവിടൊക്കെ എന്താണ്? മാലിയായ ഫീലാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ ഇഷ്തറ അബി. ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി. അബി എൻ്റെ പിതാവ് വാങ്ങി. മിന്ദീലൻ, മിന്ദീലിനെ വാങ്ങി. മിന്ദീൽ പറഞ്ഞാൽ എന്താണ്? ഉറുമാല്. അടുത്തത് എന്താണ്? അദ്ദനൽ മുഅദ്ദിനു ലി സ്വലാത്തിൽ ഫജ്രി. സുബഹി നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിന് എന്ത് ചെയ്തു? ബാങ്ക് കൊടുത്തു. അപ്പം അദ്ദന, ബാങ്ക് കൊടുത്തു. ഇതൊക്കെ എന്താണ്? മാലിയായ ഫീലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. യദ്ഹബു, ദഹബൻ്റെ മാലി, ദഹബ എന്നുള്ള മാലിയാണ്. അതിൻ്റെ മുലാരി പറയാണ്. യദ്ഹബു പോകും. അബി, എൻ്റെ അബി, ഇല സൂഖി, മാർക്കറ്റിലേക്ക് പോകും. അപ്പം ദഹബ പോയി, യദ്ഹബു പോകും. ദഹബ മാലിയായ ഫീല്, യദ്ഹബു മുലാരിയായ ഫീല്. അപ്പം യദ്ഹബു എന്നതിൽ പിന്നെ ഈ ഉദാഹരണത്തിൽ മുലാരിയായ ഫീല് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെന്ന് പറയണം? യദ്ഹബു എന്നുള്ള മുലാരിയായ ഫീലാണെന്ന് പറയണം. യൽബസു എന്നുള്ളത് ധരിക്കും. നൗഫൽ ധരിക്കും. ബിദ്ലത്തൻ റംസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം കേട്ടാ. യൂണിഫോം ധരിക്കും എന്നാണ്, ധരിച്ചു എന്നല്ല കേട്ടാ. ഓക്കെ. യുസല്ലിമുൽ ഉസ്താദു, ഉസ്താദ് സലാം പറയാൻ ഔലാദ്, കുട്ടികളോട് സലാം പറയും. അപ്പം പറയും എന്നാണ്. അൽ അബു, വാപ്പ, യർഹമുൽ ഔലാദ, കുട്ടികളെ എന്ത് ചെയ്യും? കുട്ടികളോട് കൃപ കാണിക്കും അല്ലേ, കാരുണ്യം കാണിക്കും. അപ്പം യർഹമു, കൃപ കാണിക്കും. മാലിയായ ഫീലല്ല, മുലാരിയായ ഫീലാണ്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് മാലിയും മുലാരിയും മനസ്സിലാക്കി. മാലിയുടെ അർത്ഥം എന്താണ്? കഴിഞ്ഞു പോയതിനാണ് സൂചിപ്പിക്കുക. കണ്ടു, കൊന്നു, തിന്നു, വന്നു, പോയി, ഇങ്ങനെയൊക്കെ. മുലാരി ആണെങ്കിൽ വരാൻ പോകുന്നതിനെയാണ് സൂചിപ്പിക്കുക. കാണും, വരും, തിന്നും, കൊല്ലും അല്ലേ, ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നതിന് കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന മീനിങ് ഉള്ളതിനൊക്കെ മുലാരി എന്ന് പറയും. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി നമുക്ക് 3ാമത്തെ പാഠത്തിലേക്ക് നോക്കിയാലോ മക്കളെ? അദർസു സാലിസു നോക്കൂ. ഇലൽ മുതവല്ലി. ഐക്കല ജുനൈദുൻ, ജുനൈദ് ഉണർത്തി അഖാഹു സഗീറ, അവൻ്റെ ചെറിയ കൂട്ടുകാരനെ, അതായത് നബീലനെ നബീലിനെ ഉണർത്തി. വഫാല നബീലുൻ, അപ്പം നബീൽ എന്ത് ചെയ്തു? പ്രവർത്തിച്ചു, ചെയ്തു. കമാഫാല അഹു ജുനൈദുൻ, അവൻ്റെ സഹോദരൻ ജുനൈദ് ചെയ്യുന്ന പോലൊക്കെ മൂപ്പരും ചെയ്തു. അങ്ങനെ വഖറജ, രണ്ടാളും പുറപ്പെട്ടു. ഇലൽ മുത്തവല്ലി ഒന്നെടുക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വഗസല, എന്നിട്ട് അവർ രണ്ടാളും കഴുകി. കഫയിമ, രണ്ട് കൈ കഴുകി. മാനിയത്തി, അതായി സുന്നത്തിന് വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് നീയത്തോടുകൂടെ കൈ രണ്ടും കഴുകി. വബസ്മല, രണ്ടാളും ബിസ്മി ചൊല്ലി. അവ്വലൻ, ആദ്യത്തിൽ. വകാന അബൂഹുമാ റാഖിബൻ, വകാന അബൂഹുമാ, രണ്ടാളുടെയും പിതാവ്, റാഖിബൻ അഫ്ആലുഹുമാ, രണ്ടാളുടെയും പ്രവൃത്തി ഇങ്ങനെ നോക്കി വീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഇതുവരെ വായിച്ചതിന് നോക്കൂ. ഖറജ, ഗസല, ബസ്മല. ഖറജ എന്ന് പറഞ്ഞാൽ രണ്ടാൾ പുറപ്പെട്ടു. ഗസല, രണ്ടാൾ കഴുകി. ബസ്മല, രണ്ടാൾ ബിസ്മി ചൊല്ലി. അപ്പം രണ്ടാൾക്ക് എങ്ങനെ? രണ്ടാൾ ചെയ്യുന്നതിന് എന്താ പറയുക? ഒരാൾ ചെയ്യുന്നതിന് എന്താ പറയുക? ഒരാൾ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞത് ദഹബ, ഒരാൾ പോയി. ഒരാൾ വായിച്ചു. ജലസ, ഒരാൾ ഇരുന്നു. ഖറജ, ഒരാൾ പുറപ്പെട്ടു. അപ്പം ഇനി രണ്ടാൾ പുറപ്പെടുകയാണെങ്കിലോ? ഖറജ, രണ്ടാൾ പുറപ്പെട്ടു.
ഒരാൾ കഴുകുകയാണെങ്കിൽ ഹസല പറയും, രണ്ടാൾ കഴുകുകയാണെങ്കിലോ ഹസല എന്ന് പറയും. ഒരാൾ ബിസ്മി ചെല്ലുകയാണെങ്കിലും ബസ്മല എന്ന് പറയും, രണ്ടാൾ ചെല്ലുകയാണെങ്കിലോ ബസ്മല എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ തന്നെ തമൽമല വസ്തൻഷഖ ഗസല എന്ന് കണ്ട അടുത്ത പാരഗ്രാഫിൽ കണ്ടില്ലേ? യുഖല്ലിലാനി മസഹ ഗസല യർഫആനി യദ്ഉവാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് പദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? തദ്രീബാത്ത് നോക്ക്. നംലഉൽ ഫറാബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അൽ അഹുൽ ഹലീബ, അഹു പറഞ്ഞ സഹോദരൻ, ഹലീബ പറഞ്ഞ പാല്. പാല് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? കുടിക്കും അല്ലെങ്കിൽ കുടിച്ചു, ഈ രണ്ടാലൊന്ന് വെച്ചിട്ട് നമുക്കിവിടെ പൂരിപ്പിക്കാം. യദ്ഹബു എന്നാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. യദ്ഹബുവിൻ്റെ അർത്ഥം എന്താ? പോകും. ദഹബ പോയി, യദ്ഹബു പോകും. ഈ ഷരിബ കുടിച്ചു, യഷ്റബു കുടിക്കും. യക്തുബു എഴുതി, കതബ എഴുതി, യക്തുബു എഴുതും. ഖറഅ വായിച്ചു, യഖ്റഉ വായിക്കും. ഇവിടെ ഏതാ നമുക്ക് സൂട്ടബിൾ ആയത്? യഷ്റബു ആണ് പറ്റുള്ളൂ. യഷ്റബുൽ അഹു, അഹു കുടിക്കും അല്ല അലീബ പാലിനെ അല്ലേ. ഇനി ഡാഷ് അൽ അബു പിതാവ് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അപ്പം യഷ്റബു ലബു വാപ്പ കുടിക്കും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, അങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റൂല. യക്തുബുൽ അബു, അബു എഴുതും, വാപ്പ എഴുതും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, അങ്ങനെ പറ്റുമോ? പറ്റൂല. യഖ്റഉ വായിക്കും, ലബു അബു വായിക്കും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, അങ്ങനെ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ പറ്റുക? യദ്ഹബുൽ അബു വാപ്പ പോകും, ഇലൽ മസ്ജിദി മസ്ജിദിലേക്ക് പോകും അല്ലേ. ഡാഷ് അത്താലിബു അദ്ദർസ വിദ്യാർത്ഥി പാഠത്തെ എന്താ ചെയ്യുക? എഴുതും. യഖ്റഉ അല്ല യക്തുബു താലിബു അദ്ദർസ. പിന്നെ യഖ്റഉ പറഞ്ഞ ഓതും, അൽ ഉസ്താദ് ഉസ്താദ് ഓതും, അൽ ഖുർആന ഖുർആനിനെ. ശരിയായല്ലോ? അപ്പം ഇതിൽ നിന്നൊരു ജുംല ഉണ്ടാക്കലാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചത് കേട്ടോ, ജുംല. ഓക്കെ. പിന്നെ അപ്പം ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഫീലുകൾ പഠിച്ചു. നമ്മൾ ഏതൊക്കെയാണ്? യദ്ഹബു, യഷ്റബു, അങ്ങനെ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഒരാൾക്ക് എങ്ങനെ പറയാ, രണ്ടാൾക്ക് എങ്ങനെ പറയാ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഒരാൾക്ക് എങ്ങനെ പറയാ, രണ്ടാൾക്ക് എങ്ങനെ പറയാ എന്നുള്ളത് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക. ഇനി അടുത്ത പെട്ടിക്കോളത്തിലുള്ള എന്താ? നുൻഷിയു ജുമലൻ ബിസ്തിആനത്തിൽ കലിമാത്തി മിനദ്ദാഇറത്തി വനക്തുബ ഫി ദഫ്തറി. നമ്മൾ ഈ റൗണ്ടിലുള്ളതിൽ നിന്നുള്ള പദങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ. യനാമു പറഞ്ഞാൽ ഉറങ്ങും, അൽ ഉസ്താദു ഉസ്താദ്, യജ്ലിസു ഇരിക്കും, അത്തുഫ്ലു കുട്ടി, അൽ മൽ അബു പറഞ്ഞാൽ എന്താണ്? മൽ അബി കളിസ്ഥലം, കുർസി കസാര, അല മേല്, ഫി ഇല്ല് വലതു ആൺകുട്ടി, എല്ലാബു കളിക്കും, മഹദു പറഞ്ഞ തൊട്ടിൽ. അപ്പോൾ ഇതുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കും. അപ്പോൾ എന്തെന്ന് പറയാം? യനാമു നാമ ഉറങ്ങി, യനാമു ഉറങ്ങും, യനാമു തിഫ്ലു കുട്ടി ഉറങ്ങും, ഫിൽ മഹദി തൊട്ടിലിൽ, അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. പിന്നെന്താണ്? യൽ അബു യൽ അബുൽ ഔലാദു അല്ലെങ്കിൽ യൽ അബുൽ വലതു കുട്ടി കളിക്കും. യൽ അബുൽ വലതു എന്ത് ചെയ്യുക? ഫിൽ മൽ അബി കളിസ്ഥലത്ത് കുട്ടി കളിക്കും. കിട്ടിയാലോ? യൽ അബുൽ വലതു ഫിൽ മൽ അബി. ഇനി വേറെന്താ? യജ്ലിസുൽ ഉസ്താദു ഫിൽ കുർസി. ഓക്കെ, ശരിയായില്ലേ? അപ്പോൾ 3 സെൻറ്റൻസ് നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി. ഇനി ഇപ്പുറത്തേക്ക് പോവാ. തദക്കർ നമ്മൾ ഓർക്കാനാണ് കേട്ടോ. ഖറജ അവർ രണ്ടാളും പുറപ്പെട്ടു. അസല അവർ രണ്ടാളും കഴുകി. ബസ്മല അവർ രണ്ടാളും ബിസ്മിയല്ലി. മസ അവർ രണ്ടാളും എന്ത് ചെയ്തു? തടവി. തസവ്വക കുൽ. ഇതൊക്കെ എന്താണ്? രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന, രണ്ടാൾ പ്രവൃത്തി ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഫീലുകളാണ്. കുല്ലു അഫ്ആലിൽ മാലിയത്തുൻ ഒക്കെ എന്താണ്? കഴിഞ്ഞുപോയ മീനിങ് ആണ് അതിലുള്ളത്, അഥവാ മാലിയായ ഫീലാണ്. ലിൽ മുസന്ന മുസന്നക്കുള്ളതാണ്. രണ്ടെണ്ണത്തിന് അറബിയിൽ പറയുന്നത് എന്താണ്? മുസന്ന എന്ന് പറയാം. ഒരെണ്ണത്തിന് എന്ന് അറബിയിൽ പറയാം മുഫ്രദ് എന്ന് പറയാം. ഒന്നിനെ ഏകവചനത്തിന് അറബിയിൽ എന്താ പറയുക? മുഫ്രദ് എന്ന് പറയും. രണ്ടെണ്ണം എന്ന് പറയും മുസന്ന എന്ന് പറയും. ഒക്കെ മനസ്സിലായല്ലോ? അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. ശരിയായല്ലോ? ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കണുള്ളൂ. നഖ്റഉ വനഫ്ഹമു എന്ന് പറഞ്ഞിട്ട് അടിയിലുള്ളത് നോക്കൂ. ജുനൈദും വനബീലും നബീലും. അപ്പോൾ ഇത് മുഫ്രദാണോ ഇത് മുസന്നയാണോ? ജുനൈദാണെങ്കിൽ മുഫ്രദ്, നബീലും കൂടി ഉണ്ടെങ്കിൽ രണ്ടാളുണ്ട്, അപ്പോൾ മുസന്ന. ഇവർ രണ്ടാളും യഖ്ലിയാനി എന്താണ്? യൈഖലാനി മിനൻ നൗമി രണ്ടാളും ഉറക്കിൽ നിന്ന് ഉണരും. മുബക്കിറൈനി നേരത്തോടെ, കുല്ലയൗമിൻ എല്ലാ ദിവസവും. ഇനി വയദ് ഹബാനി അവർ രണ്ടാളും പോകും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ലി സ്വലാത്തി സുബി നിങ്ങളെ പോലെ അല്ല, സുബി സ്കരിക്കാൻ പള്ളി പോകുത്രവന് അവർ രണ്ടാളും. വഹീന യംഷിയാനി
റഅയ ഹാമിദൻ വ ഖാലിദൻ. അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് റഅയ അവർ രണ്ടാളും കണ്ടു. ഇവർ രണ്ടാളും ഉണ്ട് ട്ടാ പോണത്. ആരൊക്കെയാണ്? ജുനൈദും നബീലും ഉണ്ട്. റഅയ അവർ രണ്ടാളും കണ്ടു ഹാമിദൻ വ ഖാലിദൻ. ആ ഹാമിദിനെയും ഖാലിദിനെയും കണ്ടു. അപ്പോൾ അവർ രണ്ടാളും സല്ലമാ, രണ്ടാളും സലാം ചൊല്ലി, അലൈഹിമ രണ്ടാളുടെ മേലും. അപ്പോൾ അവർ രണ്ടാളും എന്ത് ചെയ്തു? വറദ്ദ അവർ രണ്ടാളും മടക്കി അസ്സലാമു സലാമിനെ. വഹുമാ അവർ രണ്ടാളും ഐലൻ യദ്ഹബാനി. അങ്ങനെ അവർ രണ്ടാളും വീണ്ടും എന്ത് ചെയ്തു? അങ്ങനെ അങ്ങോട്ട് പോയി. വഴിയിൽ കണ്ട ആളോട് സലാം പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങോട്ട് പോയി. എങ്ങട്ടാ പോയത്? ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോയി. സ്വലാത്തി സുബഹി, സുബഹിസ്കരിക്കാൻ വേണ്ടി. ഇന്നു സരിഫ് നോക്കുക. അൽ മുഫ്രദു അൽ മുസന്ന. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം. മാലിയിലുള്ള മുഫ്രദ്, മാലിയിലുള്ള മുസന്ന. ഗസലൻ്റെ മുസന്ന എങ്ങനെയാണ്? ഗസല പറഞ്ഞാൽ ഒരാൾ കഴിയും. ഗസല എന്ന് പറഞ്ഞാൽ രണ്ടാൾ കഴിയും. ഖറജ പറഞ്ഞാൽ ഒരാൾ പുറപ്പെട്ടു. ഖറജാർ രണ്ടാൾ പുറപ്പെട്ടു. കാമ പറഞ്ഞാൽ ഒരാൾ നിന്നു. കാമാ രണ്ടാൾ നിന്നു. ശരിയായോ? അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്ന എന്താണ്? മാലി മുഫ്രദും അതുപോലെ തന്നെ മാലി മുസന്നയും ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? മാലിയായ ഫീലിലെ ഏകവചനവും മാലിയായ ഫീലിലെ ദ്വിവചനവും നമ്മൾ പഠിച്ചു. ഗസല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി മുലാരിയായ ഫീലിലെ ഏകവചനവും മുലാരിയായ ഫീലിലെ ദ്വിവചനവും പഠിക്കണം. മുലാരിയായ ഫീൽ എങ്ങനെ തുടങ്ങുക? നമ്മൾ പറഞ്ഞു ഗസല ആണെങ്കിൽ യഗ്സിലു അല്ലേ? യഗ്സിലു അവനൊരു പുരുഷൻ കഴുകും. യഗ്സിലാനി അവർ രണ്ട് പുരുഷന്മാർ കഴുകും. അപ്പം ഒരു പുരുഷൻ എന്നുള്ളതാണ് മുഫ്രദ്. അത് എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്: യഗ്സിലു. രണ്ട് പുരുഷന്മാരാണെങ്കിൽ കഴുകുന്നത് രണ്ടാളാണെങ്കിൽ യഗ്സിലാനി എന്ന് പറയണം. യഹ്റുജു യഹ്റുജാനി, യക്കൂമു യക്കൂമാനി. അപ്പം ഈ പെട്ടിക്കോളത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? മുലാരിയെ മുഫ്രദും മുലാരി മുസന്നയും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇപ്പുറത്തെ 11ാമത്തെ പേജ് നോക്കുക. തദ്രീബാത്ത്. നുതിമ്മു ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ നിന്നെടുത്ത് നമ്മൾ പൂരിപ്പിക്കും. യക്തുബാനി അവർ രണ്ടാളും എന്ത് ചെയ്യും? എഴുതും. യക്രാനി അവർ രണ്ടാളും വായിക്കും. യുനല്ലിഫാനി അവർ രണ്ടാളും വൃത്തിയാക്കും. ബിദ്ദുവാമത്തി ദുവാമത്ത് കൊണ്ട് ദുവാമത്ത് കൊണ്ട് എന്നുള്ള അർത്ഥം ട്ടാ. ദുവാമത്ത് പറഞ്ഞ എന്താ കുട്ടികളെ? പമ്പരം കളിക്കാറുണ്ട്. ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, നന്നായി പമ്പരം കളിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. നുതമ്മിമു ബിൽ മുനാസിബി കഴിഞ്ഞില്ലേ? ഇനി അദ്ദാരിസാനി രണ്ട് വിദ്യാർത്ഥികൾ. ഡാഷ് അത്തദ്രീബ പാഠങ്ങളെ അവരെന്ത് ചെയ്തും? യക്തുബാനി എഴുതും. ഹാമിദുൻ വ ഖാലിദുൻ യഖ്റആനി അൽ ഖുർആന. അത്വാലിബാനി യൽഅബാനി രണ്ട് വിദ്യാർത്ഥികൾ യൽഅബാനി അവർ കളിക്കുന്നു. ബിദ്ദുവാമത്തി ദുവാമത്ത് കൊണ്ട് കളിക്കുന്നു. ജുനൈദുൻ വ നബീലുൻ ജുനൈദും നബീലും. യുനല്ലിഫാനി രണ്ടാളും എന്ത് ചെയ്യും? വൃത്തിയാക്കും. അൽ അസ്നാന പല്ലുകളെ. ശരിയായല്ലോ? ഇനി നമ്മൾ നോക്കൂ. സന്നി ഹാദിൽ അഫ്ആല ഈ ഫീലുകളെ നിങ്ങൾ മുസന്നയാക്കുന്ന പറയുന്നത് കേട്ടാ. ജലസ അപ്പം അതിന് നമ്മൾ എന്നാക്കണം? ജലസ. ذهب ذهب كتب كتب لعب لعب قال 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 അല്ലേ? തൊലഅ തൊലഅ. പിന്നെന്താണ്? യുസല്ലിമു സല്ലമ യുസല്ലിമു യുസല്ലിമാനി കേട്ടോ. യഅ്കുലു യഅ്കുലാനി. ഇത് മാലിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഒരു ഫത്തഹിട്ട് അലിഫിട്ട് കൊടുത്താൽ മതി. ജലസ ജലസ. ദഹബ ദഹബ ഒരു അലിഫിട്ട് കൊടുത്താൽ മതി. കത്തബ കത്തബ അല്ലേ? മുലാരിയാണ്, അത് പറ്റൂല. മുലാരിയാണ് എന്ത് വേണം? ഒരു ആനി ചേർത്ത് കൊടുക്കണം. യുസല്ലിമു യുസല്ലിമാനി യഅ്കുലു യഅ്കുലാനി യജ്ലിസു യജ്ലിസാനി. ആര് ചേർക്കണം? ആനി ചേർക്കണം. യക്തുബു യക്തുബാനി യദ്ഹബു യദ്ഹബാനി യൽഅബു യൽഅബാനി. ആനി ചേർക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ വിശാലമായിട്ട് പഠിച്ചു. മാഷാ അല്ലാ. അപ്പോൾ നമ്മളെ 3 പാഠത്തിലെ തദ്രീബ് വായനയൊക്കെ കഴിഞ്ഞു. നല്ല രീതിയിൽ പരീക്ഷ എഴുതാനൊക്കെ അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് വായിച്ചിട്ടേ അതിൻ്റെ ഉത്തരമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയല്ലേ? ഓക്കെ അല്ലേ? ശരി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ലിസാനുൽ ഖുർആൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ മക്കളെ? നോക്കാം നമുക്ക്. നോക്കിക്കോളിട്ടാ. വളരെ എളുപ്പമാണ്. നുമയ്യിസു നമ്മൾ വേർതിരിക്കും. എന്തൊക്കെ വേർതിരിക്കണ്ടേ? കുറച്ച് ഫീലുകൾ തന്നിട്ടുണ്ട്. വജബ യുഹ്യി യതഅല്ലമു ഖള ഷറഫ യഅബുദു ഖാല. ഇതിൽ നിന്ന് മാദിയായ ഫീൽ എടുത്ത് എഴുതാനും മുദാരിയായ ഫീൽ എടുത്ത് എഴുതാനും ഭയങ്കര വിറ്റായി അല്ലേ? ഇതൊക്കെ എളുപ്പമായില്ലേ നിങ്ങൾക്ക്? മാദിയായ ഫീൽ 3 അക്ഷരമാണ് നമ്മൾ പഠിച്ചതിലുള്ളത് അല്ലേ? അപ്പോൾ പിന്നെ എന്തായിരിക്കും? അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ ആയിരിക്കും എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ വജബ മാദിയാണ് അല്ലേ? പിന്നെ ഖള മാദിയാണ് 3 അക്ഷരം. ഷറഫ മാദിയാണ്. പിന്നെ ഖാല മാദിയാണ്. പിന്നെ മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ യാ ഉണ്ടാകും എന്ന് പറഞ്ഞു. നിങ്ങൾ പഠിക്കുന്ന മുലാരിയായ ഫീലിലൊക്കെ യാ ഉണ്ടാവും.
ഒന്നുകൂടി ക്ലാസ് മാറിക്കഴിഞ്ഞാൽ ആദ്യത്തെ അക്ഷരത്തിന് യാ ആയിരിക്കില്ല, ചിലപ്പോൾ യാ ഉണ്ടാവും, ചിലപ്പോൾ അലിഫ് ഉണ്ടാവും, ചിലപ്പോൾ താ ഉണ്ടാവും, ചിലപ്പോൾ നൂൻ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ എന്താണ് യതഅല്ലമു യുഹ്യി, അതുപോലെ യഅബുദു, ഇത് മൂന്നും എന്താണ് മുലാരിയായ ഫീലാണ്. അടുത്തതിൻ്റെ നേരെ ഇതാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നംലൗൽ ഫറാബിൽ മുനാസിബി, യോജിച്ചെടുത്തിട്ട് ഫില്ല് ചെയ്യാനാണ്. യൽബസു ധരിക്കും, യുസല്ലിമു സലാം പറയും, യഷ്റബു കുടിക്കും, അൽ അബു വാപ്പ, യദ്ഹബു പോകും. ഇതിലൊക്കെ മുലാരിയ ഫീലും പിന്നെ ഒരു വാപ്പാനാണ് പറഞ്ഞിരിക്കണത് അല്ലേ. ഡാഷ് അബി ഇലസൂക്കി, അപ്പം യദ്ഹബു അബി ഇലസൂക്കി. ഡാഷ് നൗഫലുൻ ബിദിലത്തൻ റംസിയത്തൻ, യൽബസു ധരിക്കും, നൗഫൽ ധരിക്കും, ബിദിലത്തൻ റംസിയത്തൻ യൂണിഫോം ധരിക്കും. ഡാഷ് അൽ ഉസ്താദു അലൽ ഔലാദി, യുസല്ലിമുൽ ഉസ്താദ്, ഉസ്താദ് സലാം പറയും, അലൽ ഔലാദി കുട്ടികളോട്. ഡാഷ് യർഹമുൽ ഔലാദ, അൽ അബു പിതാവ്, യർഹമുൽ ഔലാദ മക്കളോട് എന്ത് ചെയ്യും, കരുണ ചെയ്യും അല്ലേ. അൽ അഹു അൽ ഹലീബ, യഷ്റബുൽ അഹു അൽ ഹലീബ. ഇതൊക്കെ നമ്മളെ പാഠത്തിലുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത്, വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ സെക്ഷൻ നോക്കുക, തദ്രീബ് മോഡൽ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ സെക്ഷൻ. നക്തുമുൽ മുസന്ന, ദിവചനം എഴുതാൻ, ലഫാലിൽ ആത്തിയെത്തി, അടിയിൽ കൊടുത്ത പദങ്ങളൊക്കെ ഏകവചനാണ്, അതിൻ്റെ ദിവചനം എഴുതാൻ, മുസന്ന എഴുതാൻ കേട്ടാ. യക്കൂമു, അപ്പോൾ യക്കൂമു എന്നുള്ള മുലാരിയാണ്. മുലാരിയ ഫീലിനെ മുസന്നയാക്കുമ്പോൾ നമ്മൾ അവസാനം എന്ത് വരും എന്ന് പറഞ്ഞു, ആനി വരും എന്ന് പറഞ്ഞു. അപ്പോൾ യക്കൂമു യക്കൂമാനി, കാമ മാലിയായ ഫീലാണ്. അപ്പോൾ അതിനെ മുസന്നയാക്കുമ്പോൾ അവസാനത്തിന് ഒരു അലിഫ് ഇട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ കാമ കാമാ എന്നായി. യഗ്സിലു യഗ്സിലാനി, യഹ്റുജു യഹ്റുജാനി, ഗസല ഗസലാ എന്നായി. മനസ്സിലായോ മക്കളെ? വളരെ സിമ്പിൾ അല്ലേ, ഈസി പരീക്ഷ അല്ലേ. അടുത്ത പിന്നെ നോക്കുക നമുക്ക് ഇതിൻ്റെ അടുത്ത പുറം. നക്തുമുൽ മാലി, മാലി എഴുതാനാണ്. മാലി എഴുതാൻ എല്ലാത്തിനും മാലി എഴുതാം. മുലാരി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ യജ്ലിസു എന്നാണ് മുലാരി, അപ്പോൾ അതിൻ്റെ മാലി എഴുതണം. അപ്പോൾ നമ്മൾ യാനാണ്ട് കളയും. അപ്പോൾ എന്തായി, ജിലിസു എന്നാവും. എന്നിട്ട് ഫത്ത് കൊടുക്കണം അല്ലേ. ജീമിന് ഫത്ത് കൊടുക്കുക, അവസാനത്തെ അക്ഷരത്തിന് ഫത്ത് കൊടുക്കുക. ജലസ ആണ്, ജലസ ആണ് യജ്ലിസു ആയത് കേട്ടാ. ദഹബാണ് യദ്ഹബു ആയത് കേട്ടാ. കതബാണ് യക്തുബു ആയത് കേട്ടാ. ലഈബയാണ് യൽഅബു ആയത് കേട്ടാ. അത് പാഠത്തിലുള്ള മുലാരിയ ഫീലുകളൊക്കെ അങ്ങനെ പഠിക്കണം കേട്ടാ. പഠിച്ചാലേ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പലതും പല രൂപത്തിലാണ് വരിക, 3-4 കോലത്തിൽ വരും മാലിയ ഫീലൊക്കെ. നുതർജിമു, അർത്ഥം എഴുതാനാ കുട്ടികളെ. ഐക്കല നബീലുൻ അഖാഹു സഗീറ നജീബൻ, നബീൽ ഐക്കല പറഞ്ഞാൽ ഉണർത്തി, നബീൽ ഉണർത്തി, അഖാഹു സഗീറ അവൻ്റെ ചെറിയ അവൻ്റെ ചെറിയ പിന്നെ സഹോദരനെ, അതായത് നജീബൻ, നജീബിനെ. അപ്പോൾ എന്നാ ഉത്തരം എഴുതാ വൃത്തിയായിട്ട്, നബീൽ അവൻ്റെ ചെറിയ സഹോദരൻ നജീബിനെ എന്ത് ചെയ്തു, ഉണർത്തി. അടുത്തത് ഷുഐബുൻ വ ജുറൈജുൻ യുനല്ലിഫാനിൽ അസ്നാന, ഷുഐബുൻ ജുറൈജും പല്ലുകൾ വൃത്തിയാക്കും കേട്ടാ, വൃത്തിയാക്കും. മുലാരിയ ഫീലാണ്, അപ്പോൾ അതിനനുസരിച്ച് അർത്ഥം വെക്കണം. നു അജിബു, അറബിയിലാക്കണം. എൻ്റെ പിതാവ് ടവൽ വാങ്ങി. അപ്പോൾ ഇഷ്തറ പറഞ്ഞ വാങ്ങി, ഇഷ്തറ അബി മിന്ദീലൻ, ഇഷ്തറ അബി മിന്ദീലൻ നമ്മൾ ടെസ്റ്റിൽ തന്നെ പഠിക്കാണ്ടല്ലോ അല്ലേ. 7ാമത്തെ പേജിലേ നാലാമത്തത് മേലെന്ന് 4ാമത്തെ വരി ഇഷ്തറ അബി മിന്ദീലൻ കാണാം കേട്ടോ. പിന്നെ റഷാദ് മദ്രസയിലേക്ക് പോയി. അപ്പോൾ എന്താ പറയുക, യദ്ഹബു പറഞ്ഞാൽ പോയി അല്ല പോകുമെന്നാണ്. അപ്പം അതിന് മുലാരി ആക്കണം, പോയി എന്നാണ്. അപ്പം അതിന് മാലി ആക്കണം. അപ്പം ദഹബ പറഞ്ഞാൽ പോയി. ദഹബ റഷാദുൻ, റഷാദ് പോയി, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് പോയി. അങ്ങനെ എഴുതണം കേട്ടാ. ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി എന്നാണ് നമ്മളെ പാഠത്തിലുള്ളത്. 7ാമത്തെ പേജിൽ ഫസ്റ്റ് വരി നോക്കുക. ദഹബ ഹമീദുൻ ഇൽ മദ്രസത്തി, ഹമീദ് മദ്രസയിലേക്ക് പോയി. അവിടെ ഹമീദിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ പേര് ആക്കിയെന്ന് മാത്രം, റഷാദ് എന്നാക്കിയെന്ന് മാത്രം കേട്ടാ. ഇനി അവിടെ അബ്ദുറഹ്മാൻ ആയാലും അബ്ദുൽ ഖുദ്ദൂസ് ആയാലും വ്യത്യാസങ്ങളൊന്നും വരില്ല, പേര് മാത്രമേ മാറുള്ളൂ കേട്ടോ. അതാ വന്നു. പിന്നെ നുക്കമ്മിലു അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും
സ്വലവാത്തുല്ലാ അലൈക്കും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പം നമ്മളുടെ തജ്വീദ് അല്ല, സോറി, ലിസാൻ ഖുർആൻ ചർച്ച കഴിഞ്ഞു അല്ലേ? ലിസാൻ ഖുർആനിലെ തദ്രീബാത്തുകളൊക്കെ നമ്മൾ വായിച്ചു, മോഡൽ ക്വസ്റ്റ്യൻ വായിച്ചു, അർത്ഥമൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാ ഇനി നിങ്ങൾ ഉഷാറായിട്ട് പരീക്ഷ എഴുതി അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നല്ല മാർക്കൊക്കെ വാങ്ങി ജയിക്കണം കേട്ടോ. പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സമയമില്ലല്ലോ ഇനി അധികം, നാളല്ലേ പരീക്ഷ. അപ്പോൾ ഇൻഷാ അല്ലാ MS വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, ഇൻഷാ അല്ലാ ബെല്ലൈക്കൺ അമർത്തിയാൽ പോരാ, അതിൻ്റെ മേലെ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ടാവും. അത് അമർത്തിയാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഉസ്താദിൻ്റെ പിന്നെ വീഡിയോകളുടെ ഒക്കെ മെസ്സേജ് വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ നമുക്ക് ഉന്നത വിജയം നൽകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളും മരിച്ചു പോകേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ഉസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.